ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിൽ ഗ്രൂപ്പ് സിയിൽ നിന്ന് ജോർദാനും UAEയും ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് ഡിയിലെ അവസാന മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ദോഹയിൽ നിന്ന് വിവരങ്ങളുമായി അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, വലിയ ആവേശമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കളിയുടെ തിരക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെയാണ് ഔട്ടായിരിക്കുന്നത്? ഏത് കളിയാണ് ഇനി നടക്കാനുള്ളത്? തന്നെ ഫിഫ അറബ് കപ്പിലെ ഏറ്റവും അവസാനത്തെ പോരാട്ടങ്ങളാണ് പ്രാഥമിക റൗണ്ടിലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ കഴിഞ്ഞത് ഗ്രൂപ്പ് സിയിലെ 2 മത്സരങ്ങളാണ്. ഖത്തർ സമയം 5 മണിക്കായിരുന്നു മത്സരങ്ങൾ ആരംഭിച്ചത്. ഇതിൽ ആദ്യ മത്സരത്തിൽ ജോർദാൻ ഈജിപ്തിനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു. അൽഖോറിലെ അൽബൈത്ത് സ്റ്റേഡിയത്തിലായിരുന്നു ഈ മത്സരം ഉണ്ടായിരുന്നത്. ഇതോടുകൂടെയാണ് ജോർദാൻ അടുത്ത ഘട്ടത്തിലേക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് അവരുടെ ബെർത്ത് ഉറപ്പിച്ചത്. തൊട്ടു പിന്നാലെ UAEയുടെയും കുവൈത്തിൻ്റെയും മത്സരമായിരുന്നു. 1-നെതിരെ 3 ഗോളിനാണ് UAE ഈ മത്സരത്തിൽ ജയിച്ചത്. ഇതോടുകൂടി UAEയും ഈ ഗ്രൂപ്പ് സിയിൽ നിന്ന് UAEയും ഇതുപോലെ ജോർദാനും അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരം ഗ്രൂപ്പ് ഡിയിലേതാണ്. അവസാനത്തെ ഗ്രൂപ്പിലെ അവസാനത്തെ മത്സരമാണ്. ഇതിൽ അൾജീരിയയുടെ മത്സരം നടക്കുന്നുണ്ട്, സുഡാൻ്റെ മത്സരം നടക്കുന്നുണ്ട്, ബഹ്റൈൻ. ഇങ്ങനെ 4 ടീമുകളാണ് ഇന്നത്തെ ഈ ഗ്രൂപ്പ് ഡിയിലെ അവസാന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇത് ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഒന്നാമത്തെ മത്സരം. രണ്ടാമത്തെ മത്സരം എഡ്യൂക്കേഷൻ സിറ്റി ദോഹ എഡ്യൂക്കേഷൻ സിറ്റിയിലാണ് രണ്ടാമത്തെ മത്സരം അരങ്ങേറുന്നത്. ഈ ആദ്യ മത്സരത്തിൽ ഈ മത്സരങ്ങളിലേക്ക് വരുന്ന സമയത്ത് വരുമ്പോൾ ഇത് അൾജീരിയയും ഇറാഖും തമ്മിലാണ് നിലവിലെ മത്സരം ഒന്നാമത്തെ മത്സരമായിട്ടുള്ളത്. ഇതിൽ ആദ്യ അരമണിക്കൂർ പിന്നിടുന്ന വേളയിൽ ഈ 2 ടീമും ഗോളൊന്നും അടിച്ചിട്ടില്ല. എങ്കിൽ പോലും ഇറാഖിൻ്റെ ഒരു പ്ലെയർ ആദ്യഘട്ടത്തിൽ തന്നെ കളിയുടെ 5-ാം മിനിറ്റിൽ തന്നെ റെഡ് കാർഡ് കണ്ട് പുറത്തു പോയൊരു സാഹചര്യമുണ്ട്. ഈ ഗ്രൂപ്പ് ഡിയിൽ മുമ്പിൽ നിൽക്കുന്ന 2 ടീമുകളാണ് അൾജീരിയയും അതുപോലെ ഇറാഖും. അൾജീരിയ ഏകദേശം അടുത്ത റൗണ്ടിലേക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് ബെർത്ത് ഉറപ്പിച്ച ഒരു ഘട്ടത്തിലാണുള്ളത്. അതുപോലെ രണ്ടാമതായി നിൽക്കുന്നത് ഇറാഖാണ്. തൊട്ടടുത്ത് ബഹ്റൈനും അതുപോലെ സുഡാൻ്റെയും മത്സരം നടക്കുന്നുണ്ട്. അൽ റയാലെ എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം പുരോഗമിക്കുന്നത്. ഇതും ഒരു അരമണിക്കൂർ പിന്നിടുന്ന വേളയിൽ ഇതിൽ ആരും ഗോളടിച്ചിട്ടില്ല. ഏതായാലും ഇന്നത്തോടുകൂടെ ഈ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകും. ക്വാർട്ടർ ബെർത്ത് ഫിഫ അറബ് കപ്പിൻ്റെ ക്വാർട്ടർ ബെർത്ത് ആരൊക്കെ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്ത് യോഗ്യത നേടി എന്നുള്ളതിൻ്റെ കൃത്യമായ ചിത്രം വ്യക്തമാകും. നാളെ അവധി ദിനമാണ്. അതിനുശേഷം ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കും. ഇതോടുകൂടി നോക്കൌട്ട് സ്റ്റേജായി. അതിന് പിന്നീട് ഫൈനൽ ഡിസംബർ 18-നാണ് ഫൈനൽ നടക്കുന്നത്. ഏതായാലും ഫിഫ അറബ് കപ്പ് അതിൻ്റെ പ്രാഥമിക ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം നോക്കൌട്ട് റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ധന്യ. ശരി അബ്ബാസ്, താങ്ക് യു. MCA പലിക്കൂട്ടായി അബ്ബാസ് വിവരങ്ങൾ.